We shall now explain refraction using Huygens principle. We have an interface PP dash separating two media. This is medium 1 and it is having refractive index N1. The velocity of light in medium 1 is V1. അതേപോലെ ഇതൊരു ഡെൻസർ മീഡിയമാണ് medium 2 and the refractive index N2. Velocity of light in the second medium is V2. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വേവ് ഫ്രണ്ടുകളാണ്. അപ്പോൾ ആദ്യം we have to consider an incident wave front. We have an incident wave front AB. AB is the incident wave front. It is incident at the interface. ഇനി ഈ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് റേസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ റേ ഓഫ് ലൈറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫ്രണ്ട്. അപ്പോൾ ഇതിൻ്റെ റേ ഈ വേവ് ഫ്രണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേ ഈ പോയിന്റിൽ വരച്ചു കഴിഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ലൈനിന് എ ബി എന്നുള്ള ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നൗ ഐ ആം ഡ്രോയിങ് ആൻ ഇൻസിഡൻറ്റ് റേ. അപ്പോൾ ഇവിടെ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നമുക്ക് നോർമൽ വരയ്ക്കാം. ആൻഡ് ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതേപോലെ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈന് ബി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ദിസ് ഈസ് ദ ഇൻസിഡൻറ്റ് റേ. അപ്പോൾ ഈ ആംഗിൾ ഐ ആണെങ്കിൽ ഈ നോർമലിന് പെർപെൻഡിക്കുലർ ആണ് ഇൻ്റർഫേസ്. അതേപോലെ റേ ഓഫ് ലൈറ്റിന് പെർപെൻഡിക്കുലർ ആണ് വേവ് ഫ്രണ്ട്. അപ്പോൾ ഇത് ഐ ആണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ഓൾസോ ബി ഈക്വൽ ടു ഐ. ഈ പോയിന്റ് നമ്മൾ എ ബി എന്നുള്ള ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് എടുത്തു. അപ്പോൾ ഈ ആംഗിൾ ഐ ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിളും ഐ ആയിരിക്കും. കാരണം ആംഗിൾ ബിറ്റ്വീൻ എനി ടു ലൈൻസ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ബിറ്റ്വീൻ ദെയർ പെർപെൻഡിക്കുലേഴ്സ്. നോർമലിന് പെർപെൻഡിക്കുലർ ആണ് ഇൻ്റർഫേസ്, ഇൻസിഡൻറ്റ് റേക്ക് പെർപെൻഡിക്കുലർ ആണ് വേവ് ഫ്രണ്ട്. അപ്പോൾ ഇതും ഐ എന്ന് വന്നു. ഇനി ഈ മീഡിയം 1 റേ ഓഫ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് V1 വെലോസിറ്റിയിലാണ്. അപ്പോൾ ആഫ്റ്റർ ടോ സെക്കൻഡ്സ് ഒരു ലേറ്റർ ടൈം ടോ സെക്കൻഡ്സ് കഴിയുമ്പോൾ ഈ വേവ് അറ്റ് ദ പോയിന്റ് ബി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ V1 ടോ എന്നുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ബിയിൽ നിന്നുള്ള വേവ് ഇറ്റ് വിൽ ട്രാവൽ ഈ ഡിസ്റ്റൻസ് V1 ടോ ആൻഡ് ഇറ്റ് വിൽ റീച്ച് ദ പോയിന്റ് സി. ആഫ്റ്റർ ടോ സെക്കൻഡ്സ് ദ വേവ് ഫ്രണ്ട് വിൽ റീച്ച് ദ പോയിന്റ് സി. അതേസമയം എയിലുള്ള വേവ് ഫ്രണ്ട് രണ്ടാമത്തെ മീഡിയത്തിലേക്ക് വേണം അതിന് ട്രാവൽ ചെയ്യാൻ. അപ്പോൾ രണ്ടാമത്തെ മീഡിയത്തിൽ നമുക്കറിയാം ലൈറ്റിൻ്റെ വെലോസിറ്റി V2 ആണ്. മീഡിയം മാറി V2 ആണ്. അപ്പോൾ ടോ സെക്കൻഡ്സ് കൊണ്ട് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് V2 ടോ ആണ്. അപ്പോൾ നമ്മൾ V2 ടോ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ വരയ്ക്കാം. വി ആർ ഡ്രോയിങ് എ സ്ഫിയർ ഓഫ് റേഡിയസ് V2 ടോ. ഇനി പുതിയ വേവ് ഫ്രണ്ട് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡ്രോ എ ടാൻജൻറ്റ് ടു ദിസ് sphere from the point C. അപ്പോൾ ഇതിൽ നിന്ന് we are drawing a tangent from C. We draw a tangent to the sphere. So this is the CE is the refracted wave front. ഇനി ഈ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടിനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് റിഫ്രാക്റ്റഡ് റേ. So AE is the refracted ray. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലേ? നോർമലും ഈ റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി ഇത് R ആണെങ്കിൽ ഈ നോർമലിന് പെർപെൻഡിക്കുലർ ആണ് ഇൻ്റർഫേസ്. അതേപോലെ റിഫ്രാക്റ്റഡ് റേക്ക് പെർപെൻഡിക്കുലർ ആണ് ഈ വേവ് ഫ്രണ്ട് CE. അപ്പോൾ ഇത് R ആണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? R ആയിരിക്കും. കാരണം ആംഗിൾ ബിറ്റ്വീൻ എനി ടു ലൈൻസ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ബിറ്റ്വീൻ ദെയർ പെർപെൻഡിക്കുലേഴ്സ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടി. ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ AEC. ഈ ട്രയാങ്കിൾ ABCയിൽ നിന്ന് സൈൻ ഐ എടുത്തെഴുതാം. സൈൻ ഐ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓപ്പോസിറ്റ് സൈഡ് BC
ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ഏതാണ് എ സി. ഇപ്പോൾ ബി സി പറയുന്നത് V1 ടോ ആണ് ആ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എ സി. ഇനി സൈൻ ആർ എന്താണ്? ഫ്രം ട്രയാങ്കിൾ എ ഇ സി സൈൻ ആർ ഈസ് ഈക്വൽ ടു എ ഇ ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് എ സി തന്നെയാണ്. എ ഇ ബൈ എ സി. എ ഇ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് V2 ടോ ആണ്. എ ഇ ഈസ് V2 ടോ ഡിവൈഡഡ് ബൈ എ സി. Now we have to find out sin I by sin R. അപ്പോൾ എ ഇ ബൈ സൈൻ ഐ പറയുന്നത് ബി സി അല്ലേ, ബി സി ബൈ എ സി. ഇവിടെ ഒരു ബൈ എ സി ബൈ എ ഇ ബൈ എ സി. അപ്പോൾ അത് എ സി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്നത് ബി സി ബൈ എ ഇ പറഞ്ഞാൽ അത് V1 ടോ ബൈ V2 ടോ ആണ്. ടോ ക്യാൻസൽ ചെയ്താൽ വി വിൽ ഗെറ്റ് V1 ബൈ V2. അപ്പോൾ നമുക്ക് ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി ആണ് ഫോർമുല കിട്ടിയിരിക്കുന്നത്. Now we can express this in terms of refractive index of the medium. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും N1 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ if C is the velocity of light in vacuum then N1 equal to C by V1. അപ്പോൾ അതിൽ നിന്ന് V1 പറയുന്നത് എന്താണ്? C by N1 ആണ് അല്ലേ. V1 മോട്ട് എടുത്തു C by N1. അതേപോലെ V2 പറയുന്നത് നമുക്ക് N2 പറഞ്ഞാൽ C by V2. അപ്പോൾ V2 പറയുന്നത് V2 ഈക്വൽ ടു C by N2 എന്ന് വരും. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ V1 എന്നുള്ളതിന് പകരം C by N1, V2 എന്നുള്ളതിന് പകരം C by N2. C and C gets cancelled. So we get sin I by sin R is equal to N2 by N1. അല്ലേ, സൈൻ എൻ അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ N1 sin I equal to N2 sin R or sin I by sin R equal to N2 by N1. That is Snell's law of refraction. അപ്പോൾ ഇവിടെ നമ്മൾ വേവ് ഫ്രണ്ട് ആണ് കൺസിഡർ ചെയ്തത്. ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് ഒരു വേവ് ബിയിൽ നിന്ന് സിയിൽ എത്തുന്ന സമയം കൊണ്ട് ടോ സെക്കൻഡ്സ് കൊണ്ട് എയിൽ നിന്ന് അത് രണ്ടാമത്തെ മീഡിയത്തിലെ ഇയിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് V1 ടോ, രണ്ടാമത്തെ മീഡിയത്തിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് V2 ടോ. അപ്പോൾ sin I by sin R എടുത്ത് എഴുതി, എന്നിട്ട് ഇൻ ടേംസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എഴുതി. ദെൻ we get the Snell's law of refraction.